ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന എൻ്റെ റെസിപ്പി ഞണ്ട് റോസ്റ്റ്. എൻ്റെ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. എന്നാൽ നമുക്ക് റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 ഞണ്ടാണ് കേട്ടോ. നല്ല വലിപ്പമുള്ള ഞണ്ടാണ്. ഞങ്ങളുടെ ബാക്കിലുള്ള പുഴയിലൊക്കെ നിറയെ ഞണ്ടുകളുണ്ട്. മോളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് കൊടുത്തയച്ച 2 വലിയ ഞണ്ടാണ്. അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഞാനൊരു സ്പെഷ്യൽ റെസിപ്പി തയ്യാറാക്കി കാണിച്ചു തരാം കേട്ടോ. ഞണ്ട് നമ്മളെ കടിക്കാതിരിക്കാനായിട്ടാണ് കേട്ടോ ഇത് കെട്ടി വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ആ കെട്ടൊക്കെ ഒന്ന് അഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ കാലുകളെല്ലാം നമുക്ക് വേർപെടുത്തിയെടുക്കാം. ഇങ്ങനെയാണ് നമ്മുടെ ഈ ഞണ്ടിനെ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുന്നത് കേട്ടോ. ക്ലീൻ ചെയ്തെടുക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൻ്റെ എല്ലാ കാലുകളും നന്നായിട്ട് മുറിച്ച് കളയാം നമുക്ക്. എന്നിട്ട് ഒരു കത്തി എടുത്തതിന് ശേഷം ഇതിൻ്റെ ഈ പുറന്തോടിൻ്റെ ഈ വശം നമുക്ക് നീക്കി തോടെല്ലാം നമുക്കൊന്ന് പൊളിച്ച് കൊടുക്കാം. ഈ പൊളിച്ച തോട് നമുക്ക് കളയാട്ടോ. അത് നമുക്ക് കളഞ്ഞിട്ട് അടുത്ത ഞണ്ടും ഇതുപോലെ എടുത്ത് നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കാം. ഞണ്ടിൻ്റെ ഈ പുറന്തോട് മാറ്റിയതിന് ശേഷം ഇതിൻ്റെ മീതെയുള്ള ഈ രോമം പോലെയുള്ളവയൊക്കെ നമുക്ക് നീക്കി കൊടുക്കാം. അടുത്ത ഞണ്ടും എടുത്ത് ഇതുപോലെ നമുക്ക് കാലെല്ലാം മുറിച്ച് കളഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഈ മീതത്തെ തോട് പൊളിച്ച് പുറന്തോട് നമുക്ക് കളയാം. ഉള്ളിലുള്ള വേസ്റ്റൊക്കെ നമുക്ക് നീക്കിക്കൊടുക്കാം. നന്നായി കഴുകി നമുക്കിനി ഇത് ക്ലീൻ ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് അടുപ്പിലേക്കൊരു കുക്കർ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് 1/4 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കൂടെ തന്നെ നമുക്കൊരു പിടി കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. കടുകും കറിവേപ്പിലയും മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഒരു 6-7 അല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർക്കാം. 2 പച്ചമുളക് ചോപ്പ് ചെയ്തതും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. പച്ചമുളകിൻ്റെയും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും എല്ലാം പച്ചമണം മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2 സവാള ചോപ്പറിലിട്ട് അരിഞ്ഞതെടുത്ത് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ചോപ്പറിലിട്ട് അരിഞ്ഞെടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ വഴണ്ടി കിട്ടും. ഇനി നമുക്ക് വഴണ്ടി കിട്ടാനായിട്ട് സ്വല്പം വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം. ഞാനിതിലേക്ക് സ്വല്പം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് വഴണ്ടി കിട്ടും. ഏകദേശം ഒരു ബ്രൗൺ കളറായി വന്നാൽ നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി എന്നിവ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പൊടികൾ ഇടുന്ന സമയത്ത് തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട്. നന്നായിട്ട് പൊടികളുടെ എല്ലാം പച്ചമണം മാറി വരുന്നത് വരെ വഴറ്റി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് 2 തക്കാളി ചോപ്പ് ചെയ്തത് നമുക്കിതിലേക്കിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. 2 സെക്കൻഡ് നേരം നമുക്ക് തക്കാളി ഇതിലിട്ട് വഴറ്റിയതിന് ശേഷം കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഈ ഞണ്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. വീട്ടിലെ അംഗങ്ങൾക്ക് അനുസരിച്ച് ഇൻഗ്രീഡിയൻസ് എല്ലാം കൂട്ടിയെടുക്കാം. അതുപോലെ ഞണ്ടെല്ലാം കൂട്ടിയെടുക്കുമ്പോൾ ഇൻഗ്രീഡിയൻസും കൂട്ടി കൂടുതലെടുത്ത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ വെറും 2 ഞണ്ട് വെച്ച് ചെയ്യുന്നത് കൊണ്ടാണ് ഇൻഗ്രീഡിയൻസൊക്കെ വളരെ കുറച്ചേ ചേർത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പിടി മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്കൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം.
എന്നിട്ട് ഉപ്പ് കുറവുണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. സവാള വഴറ്റുമ്പോൾ കുറച്ച് ഉപ്പിട്ടതാണ് നമ്മൾ. അതുകൊണ്ട് ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം വീണ്ടും ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് നന്നായിട്ട് തന്നെ നമുക്കിത് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഒരു 3 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. നമ്മുടെ ഞണ്ട് റോസ്റ്റ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ ഇതിൽ കുറച്ച് ഗ്രേവി ഉണ്ട്. ആ ഗ്രേവി നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം. വറ്റിച്ചെടുത്തതിന് ശേഷം നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം. എരിവുണ്ടോ ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കാം. എന്നിട്ട് നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. വളരെ രുചികരമായ ഒരു ഞണ്ട് റോസ്റ്റാണിത്. നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഓക്കെ, ബൈ ബൈ.